ലോ ഓഫ് അട്രാക്ഷനിലെ വളരെ പവർഫുൾ ടെക്നിക്കാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. സെൽഫ് ലവ് എന്ന് പറയുന്നത് ഒരു മെഡിറ്റേഷനോ അല്ലെങ്കിൽ ഒരു ടെക്നിക്കോ മാത്രമായി കാണാൻ പാടില്ല. നമ്മളെ സ്നേഹിക്കുക എന്നുള്ളതാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ഇടപഴകുന്ന സമയത്ത് നമ്മൾ ഇൻസൾട്ട് ചെയ്യുന്ന വ്യക്തികളെല്ലാം തന്നെ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, എല്ലാം തന്നെ ഒരു അടിമയെ പോലെ നിങ്ങൾ പെരുമാറുകയാണെങ്കിൽ ഒരിക്കലും തന്നെ സെൽഫ് ലവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളോട് നെഗറ്റീവായിട്ട് ടോക്സിക്കായി നിൽക്കുന്ന വ്യക്തികളെ അകറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുക. പറ്റുന്നില്ല എന്ത് ചെയ്യുക, അതിനെ എതിർക്കാനും ശ്രമിക്കുക. കാരണം എപ്പോഴും സെൽഫ് ലവ് എന്ന് പറയുന്ന കാര്യം സെൽഫ് റെസ്പെക്റ്റ് എന്നാണ് വരിക. അതായത് നിങ്ങൾക്ക് നിങ്ങളോട് റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു വ്യക്തിയെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാമെങ്കിൽ സ്നേഹിക്കാൻ സാധിക്കും. അല്ലാതെ റെസ്പെക്റ്റ് ചെയ്യാത്ത വ്യക്തിയെ നമ്മൾ ഒരിക്കലും തന്നെ സ്നേഹിക്കില്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പരിശോധിച്ചാൽ മതിയാവും. അന്നേരം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ, നമ്മളെ രൂപത്തെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ, നമ്മളുടെ വ്യക്തിത്വത്തെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളെ സ്നേഹിച്ചിരുന്നില്ല എന്നുള്ളത്. ഞാനൊരിക്കലും എൻ്റെ ശരീരത്തെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യില്ല. കാരണം റെസ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ്, ഞാൻ എൻ്റെ ശരീരത്തിന് ആവശ്യമുള്ള കാര്യങ്ങളൊന്നും തന്നെ കൊടുക്കില്ല. ഭക്ഷണമായാലും എൻ്റെ ഹെയർ സ്റ്റൈലായാലും അതോടൊപ്പം തന്നെ എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈലിലൊന്നും തന്നെ പണ്ട് ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാൽ അന്നത്തെ മെൻറ്റാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോട്ടില്ല. അതായത് ഒരു പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചട്ട നോക്കിയിട്ട് പറയരുത്, അല്ലെങ്കിൽ പുറം കവർ നോക്കിയിട്ട് പറയുന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്തു, എന്തെങ്കിലും ഒരു ഡ്രസ്സ് ഇട്ടിട്ട് പുറത്തേക്കെല്ലാം പോകുക, ഞാൻ എൻ്റെ വ്യക്തിത്വം ഉണ്ട് എന്ന രീതിയിൽ. പക്ഷേ എനിക്ക് മനസ്സിലായി മാനിഫെസ്റ്റേഷനിൽ എത്തുന്ന സമയത്ത് നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം എന്നെ കഴിയുന്ന രീതിയിൽ നല്ല വസ്ത്രങ്ങൾ ഇട്ടിട്ട് നല്ല രീതിയിൽ അലക്കിയിട്ട് ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞാൻ പോവുക. കാരണം നിങ്ങൾക്ക് എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയായിരുന്നു എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈൽ എന്നുള്ളതെല്ലാം. അന്നേരം അവിടെ എന്ത് ചെയ്തു, ഞാൻ എന്നെ തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചു. എൻ്റെ രൂപത്തിൽ, എൻ്റെ സംസാരത്തിൽ, എൻ്റെ പ്രസൻറ്റേഷൻ രീതികളെല്ലാം മാറ്റാൻ വേണ്ടി ശ്രമിച്ചു. എൻ്റെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കഴിയാൻ തുടങ്ങി. എനിക്കിഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഞാൻ മേടിച്ച് കഴിയും. അതുവരെ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ കയ്യിലുള്ള പൈസ ഉണ്ട്, എൻ്റെ ഫ്രണ്ട്സിന് മേടിച്ച് കൊടുക്കും, എൻ്റെ റിലേറ്റീവ്സിന് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. അതിനുശേഷം അതായത് ഞാൻ ഈ സെൽഫ് ലവും കാര്യങ്ങളും ചെയ്ത് തുടങ്ങിയ ശേഷം ആദ്യത്തെ പ്രയോറിറ്റി ഞാനാണ്. അതിനുശേഷമാണ് അച്ഛനും അമ്മയും എല്ലാം തന്നെ ഉണ്ടാകുന്നത്. അന്നേരം എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വൈബ്രേഷൻ ലെവൽ ഹയറാകുകയാണ് ചെയ്തത്. അതിലൂടെ തന്നെ പല കാര്യങ്ങളും എൻ്റെ ലൈഫിൽ മിറാക്കിൾ സംഭവിച്ചു. നല്ല നല്ല വ്യക്തികളെ എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ എന്നെ സഹായിക്കുന്നതും എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എന്നെ ഉയർത്താൻ ആവശ്യമായിട്ടുള്ള ഫ്രണ്ട്സാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. നൂറുകണക്കിന് ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞില്ല, എണ്ണാവുന്ന ഫ്രണ്ട്സ് മാത്രമാണ് ഇന്നെൻ്റെ കൂടെ ഉള്ളത്. പക്ഷേ അവരെല്ലാം പ്രിഷ്യസ് ആയിട്ടുള്ള സ്റ്റോൺസാണ്, അല്ലെങ്കിൽ ആ രത്നങ്ങളെ പോലെയാണ് ഞാൻ അവരെ കരുതുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് എനിക്ക് കിട്ടിയത്, ഞാൻ എന്നെ മാറ്റിയെടുത്തു, ഞാൻ എന്നെ സ്നേഹിച്ചു, എനിക്ക് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു. ഇതാണ് സെൽഫ് ലവിൻ്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്. ഇനിയുള്ള അടുത്ത ഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്ന് പ്ലാൻ ചെയ്യാം. അതായത് നിങ്ങളുടെ ടൈം മറ്റുള്ളവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ടൈമിൻ്റെ പ്രയോറിറ്റി അല്ലെങ്കിൽ മേജർ ടൈം നിങ്ങളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ശ്രമിക്കുക. അതായത് ഇതുപോലെയുള്ള പോസിറ്റീവ് വീഡിയോസ് കാണുക, പിന്നെ പുസ്തകങ്ങൾ വായിക്കുക, അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന ഓരോരോ പ്രാക്ടീസ്, ചിലപ്പം നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിരിക്കാം, സർട്ടിഫിക്കേഷൻ കോഴ്സ് ആയിരിക്കാം, എന്തും ചെയ്യട്ടെ. നോ പറയാൻ വേണ്ടിയിട്ട് അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ പറയാൻ വേണ്ടി ശീലിക്കുക. നോ പറയാത്തിടത്തോളം കാലം നിങ്ങൾക്കൊരിക്കലും തന്നെ ഒരു വ്യക്തി ബഹുമാനിക്കുകയില്ല. ഏതൊരു വ്യക്തിയാണോ നോ പറയാത്തത് അതിനർത്ഥം ആ വ്യക്തി അടിമയാണ്. അടിമകൾ ഒരിക്കലും തന്നെ യജമാനൊരു നോ എന്ന് പറയില്ല. യജമാനൻ എന്താണോ ആവശ്യപ്പെടുന്നത് അത് ഒരു പട്ടിയെ പോലെ അത് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പറ്റാത്ത കാര്യം അത് നിങ്ങൾ പങ്കാളിയാണെങ്കിൽ നോ പറയാൻ വേണ്ടി ശീലിക്കുന്ന സമയത്ത് ഇതെന്താ നോ പറയുന്നത്, ഇതുവരെ ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചല്ലോ, പിന്നെ എന്തോ ഒരു ചേഞ്ച് ഉണ്ട്, അല്ലെങ്കിൽ ഇവൾക്ക് എന്തോ ചേഞ്ച് എന്ന രീതിയിലേക്ക് മാറും. അന്നേരം അവരെന്ത് ചെയ്യും, നമ്മളുടെ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങും. അത് എൻ്റെ ഫീൽ ചെയ്ത കാര്യമാണ്, ഞാൻ എൻ്റെ കോളേജ് ലൈഫിൽ ഫീൽ ചെയ്ത കാര്യമാണ്. നോ പറയാൻ ഞാൻ ശീലിച്ചിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സ് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അയ്യോ അവൻ എൻ്റെ കൂടെ ആവശ്യപ്പെട്ടല്ലോ, അതുകൊണ്ട് ഞാനത് ചെയ്തേക്കാം. ഇങ്ങനെ പറഞ്ഞ് എനിക്കെന്തെങ്കിലും ചെറിയ ആവശ്യം ഉണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ എന്നെ ബഹുമാനിക്കാൻ എന്നെ സ്നേഹിക്കാൻ അവരെന്ന് തന്നെ ഒന്നുമില്ല. സ്വന്തം അനുഭവമാണ്. അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നോ പറയാൻ വേണ്ടി ശീലിക്കുക. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളെ ചുറ്റുമുള്ള ആൾക്കാർ നിങ്ങളെ കൂടെയുണ്ട്, അല്ലെങ്കിൽ സത്യസന്ധരായ ആരാണ്, അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്നത് ആരാണെന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. അന്നേരം നിങ്ങളെ കൂടെയുള്ള ആൾക്കാരായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് പറയുന്നത്. നിങ്ങൾ അതുവരെ എന്ത് ചെയ്യും, നിങ്ങളെ കൂടെയുള്ള എല്ലാവരും നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് വിചാരിക്കും. എന്നാൽ നിങ്ങൾ നോ പറയാനും നിങ്ങളായി നിൽക്കുന്ന സമയത്ത് ചുറ്റുമുള്ള ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാവില്ല, ഒരാൾ പോലും ഉണ്ടാവില്ല. അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളവർ സ്നേഹിച്ചിരുന്നില്ല, നിങ്ങളെ ഒരു അടിമയെ പോലെ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു സേവകനെ പോലെയാണ്, ഒരു സെർവൻറ്റിനെ പോലെയാണ് അവർ കണ്ടത്.
അങ്ങനെ അത് ചേഞ്ച് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങളെ സ്വയം കണ്ടെത്തും. നിങ്ങളുടെ കഴിവെന്താണ്, നിങ്ങളെന്താണ്, നിങ്ങളുടെ സന്തോഷം എന്താണെന്നെല്ലാം കണ്ടെത്തും. ഇതാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് സെൽഫ് ലവ്, മെഡിറ്റേഷൻ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫിൽ കംപ്ലീറ്റ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അത് പണത്തിൻ്റെ കാര്യത്തിലും ബന്ധത്തിൻ്റെ കാര്യത്തിൽ, ആരോഗ്യത്തിൻ്റെ കാര്യത്തിലെല്ലാം തന്നെ സെൽഫ് ലവ് എന്ന കാര്യം ഏറ്റവും നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് എൻ്റെ ലൈഫിൽ ഞാനെന്ന് പറയുന്നത്. അത് ഞാൻ നമ്മളെ ക്ലാസ്സുകളിലൂടെ എല്ലാം തന്നെ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. ഇവൻ അതിനുവേണ്ടി പല മെഡിറ്റേഷൻസും പലർക്കും ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ പെയ്ഡ് ക്ലാസ്സിലെല്ലാം തന്നെ കൊടുത്തിട്ട് പലരുടെ, അതായത് 100 കണക്കിന് വ്യക്തികളുടെ ലൈഫിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും കൃത്യമായ രീതിയിൽ ഈ ഒരു പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ വലിയ വലിയ മിറാക്കിൾസ് സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.